ഡെൽറ്റ എക്സ്ചേഞ്ച് പോലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ചെയ്തിട്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് INR-ൽ ക്രിപ്റ്റോ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാമെന്നുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് ശരിയാണ്, ഇത് ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റാണ്, ഈ പറഞ്ഞ FIS-നൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഇതിനൊക്കെ നമുക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ, റീറ്റെയിലേഴ്സിനെതിരെ ആയിരിക്കും, ഇത് കമ്മ്യൂണിസം ഒന്നുമല്ല എന്ന് നമുക്ക് പറയാം. എങ്കിലും അന്ന് മുതൽ ഞാൻ എൻ്റെ മേജർ ഫോക്കസ് ഏരിയസ് ഓപ്ഷൻസ് ആണ്. ബാങ്ക് നിഫ്റ്റിയും വീക്കിലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിഫ്റ്റി മാത്രമായിട്ട് ചുരുങ്ങി. ഇനി അത് മന്ത്ലി കൂടി ആയിക്കഴിഞ്ഞാൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ സെബി അടിച്ച് പുറത്താക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ എന്തൊക്കെ സെബി ചെയ്തിട്ടും റീറ്റെയിൽ ട്രേഡേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. എഫ് ആൻഡ് ട്രേഡേഴ്സ്, അതായത് ഇക്വിറ്റി അല്ല, ഡെറിവേറ്റീവിലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ആളുകളെ സെബി ഇങ്ങനെ വെടിവെച്ച് തുരത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചങ്ക് വിരിച്ചിരിക്കുകയാണ് എഫ് ആൻഡ് റീറ്റെയിൽ ട്രേഡേഴ്സ്, വെക്കടാ വെടി. കഴിഞ്ഞ 4 വർഷമായിട്ട് സെബിയുടെ 1 by 1 സ്റ്റെപ്പുകളെല്ലാം അവർ, ഇപ്പോൾ നമ്മൾ എത്ര പോഡ്കാസ്റ്റുകൾ നമ്മൾ സംസാരിച്ചു, വീക്ക്ലി ഓപ്ഷൻസ് നിർത്തി, ഒറ്റയടിക്ക് വീക്ക്ലി ഓപ്ഷൻസ് നിർത്തി. നിഫ്റ്റിക്ക് മാത്രമേ വീക്ക്ലി ഓപ്ഷൻസ് ഉള്ളൂ, ബാക്കി എല്ലാ ഇൻഡെക്സുകളുടെയും വീക്ക്ലി ഓപ്ഷൻസ് നിർത്തി. ഇപ്പൊ എന്താ പറയുന്നത്? അത് മാത്രമല്ല, ലോട്ട് സൈസ് കൂട്ടി. ഇപ്പൊ എന്താ പറയുന്നത് അറിയോ? അതും നിർത്താൻ പോവാണ്. ലോട്ട് സൈസ് വീക്കിലി എക്സ്പയർ, എല്ലാ വീക്ക്ലി ഓപ്ഷൻസും നിർത്താൻ പോവാണ്. മന്ത്ലി ഓപ്ഷൻസോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മാത്രമേ എക്സ്പയറീസ് വരാൻ വെക്കുന്നുള്ളൂ എന്നാണ് സെബിയുടെ ഏറ്റവും പുതിയ ഒരു നിർദ്ദേശമായിട്ട് വന്നിരിക്കുന്നത്. ഇംപ്ലിമെന്റ് ആയിട്ടില്ലല്ലോ. അല്ല, നിർദ്ദേശമാണ്. ഇങ്ങനെയുള്ള എല്ലാ നിർദ്ദേശമായിട്ട് വന്നത്, അതുകൊണ്ടാണ് അതൊക്കെ ഇംപ്ലിമെന്റ്. അതായത് ഇന്ത്യയിലെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഭയങ്കരമായിട്ടുള്ള സ്പെക്കുലേഷൻ ഓപ്ഷൻസിൽ ചെയ്യുകയും വലിയ ലോസ് വരുത്തുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ട്രേഡിങ്ങിൽ തന്നെ എല്ലാ റീറ്റെയിലേഴ്സിലും ഭൂരിഭാഗം ആളുകളും സ്റ്റാർട്ടിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുൻപോ വലിയ ലോസുകൾ വരുത്താം. അത് ഇക്വിറ്റി ഇൻട്രാഡേ ആണെങ്കിലും ശരി, ഓപ്ഷൻസ് ആണെങ്കിലും ഒക്കെ ശരി, അങ്ങനെ തന്നെയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ സെബിയുടെ ഇതിന് മുമ്പ് വന്ന പല പേപ്പറിലും നമ്മൾ വളരെ സപ്പോർട്ടീവായിട്ട് സെബിയുടെ നിർദ്ദേശങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് ആദ്യമല്ലേ നോക്കേണ്ടത്. ഓക്കെ, കുറേ കാര്യങ്ങൾ ചെയ്തു, സ്പെക്കുലേഷൻ കുറച്ചു, റീറ്റെയിലേഴ്സിനെ ഈ വഴി വരുത്താതെയാക്കി, എന്നിട്ട് എന്ത് റിസൾട്ട് ഉണ്ടായി എന്ന് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ 2020 കേസ് എടുക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ലിവറേജ് ഭയങ്കരമായിട്ട് കുറച്ചു. എനിക്ക് ഓർമ്മയുണ്ട് 2018 2019 ഞാൻ 5000 രൂപയ്ക്ക് ഒരു ലോട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ലോട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് 1.5-2 ലക്ഷം രൂപ വേണം. 5000 രൂപ എന്നുള്ളത് 2 ലക്ഷം രൂപയിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോസ് കുറയണ്ടേ ആളുകൾക്ക്? നമുക്ക് ലോസ് കുറഞ്ഞു നോക്കാം. പിന്നെ എന്ത് ചെയ്തു? ഓപ്ഷൻസിന് കൂടുതൽ STT ട്രാൻസാക്ഷണൽ ടാക്സുകൾ കൂട്ടി, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂട്ടി. വീക്ക്ലി ഓപ്ഷൻസ് ഒഴിവാക്കി, ഈ പറഞ്ഞ ലോട്ട് സൈസ് കൂട്ടി, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും രസം. 2022 90% ഡെറിവേറ്റീവ് ട്രേഡേഴ്സായിരുന്നു നഷ്ടത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇത് 2024-25 വരുമ്പോൾ 91-92% കൂടുകയാണ്. ആളുകളുടെ ലോസ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ആക്ച്വലി ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതായത് 2020 ലോസ് കുറവായിരുന്നു, 2022 ആളുകൾക്ക് ലോസ് കുറവായിരുന്നു. ഇങ്ങനെയുള്ള റെഗുലേഷൻസ് വന്നതിന് ശേഷം ആളുകളുടെ ലോസ് വരുന്ന ആളുകളുടെ എണ്ണം കൂടി. അത് ചിലപ്പോൾ നമ്പർ ഓഫ് ആളുകൾ കൂടുതൽ എഫ് ആൻഡ് ട്രേഡിലേക്ക് വന്നതുകൊണ്ടായിരിക്കും. മാത്രമല്ല പെർ പേഴ്സന്റെ ലോസ് 2022 95,000 രൂപയായിരുന്നു ആവറേജ് ലോസ്. ഇപ്പൊ അത് 1,10,000 കൂടി. അതായത് കൂടുതൽ കാശ് വേണമല്ലോ ചെയ്യാൻ, അപ്പൊ ആൾക്കാരുടെ കൂടുതൽ കാശ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയ പോലെ. എനിക്ക് തോന്നുന്നു ഒരിടയ്ക്ക് എല്ലാ എക്സ്പയറി, തിങ്കൾ മുതൽ വെള്ളി വരെ എക്സ്പയറി, തിങ്കളാഴ്ച സെൻസെക്സ് അല്ല മിഡ് ക്യാപ്പ് എക്സ്പയറി, ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റി, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി, വ്യാഴാഴ്ച നിഫ്റ്റി, വെള്ളിയാഴ്ച സെൻസെക്സ്, എല്ലാ ദിവസവും എക്സ്പയറി. ആകെ കൂടി കൺഫ്യൂഷനായി. അത് കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരൊറ്റ ഇൻഡെക്സിന് മാത്രം എക്സ്പയറി മതി എന്നുള്ള രീതിയിൽ NSEക്ക് നിഫ്റ്റി എക്സ്പയറിയും BSEക്ക് സെൻസെക്സ് എക്സ്പയറി മാത്രമാക്കി വെച്ചു. പിന്നെ വീണ്ടും അതൊന്നുമില്ല, ഇനി വീക്കിലി എക്സ്പയറി ഇല്ല, മന്ത്ലി എക്സ്പയറി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മേ ബി 2 വീക്ക് എക്സ്പയറി ആക്കും. ഇതുകൊണ്ടൊക്കെ അവരെന്ത് ഉദ്ദേശിക്കുന്നത്? അതായത് റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്യണ്ട എന്നാണോ? റീറ്റെയിലേഴ്സ് ഓപ്ഷൻസിലോട്ട് വരണ്ട എന്നാണല്ലോ സെബി പറയുന്നത്. അത് തന്നെയായിരിക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഏറ്റവും വലിയ കള്ളന്മാരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് റീറ്റെയിലേഴ്സിനെ. അതെ, ഇതിൻ്റെ അകത്തുള്ള നല്ല മനസ്സാണെങ്കിൽ ഓക്കെ, സെബിക്ക് നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലോസ് വരുന്ന ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു ഭാഗത്ത് 36,000 കോടി രൂപ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത ആൾക്കാർക്ക് 3,000 കോടി രൂപയുടെ ഫൈൻ അടപ്പിച്ച് തിരിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ജെയിൻ സ്ട്രീറ്റിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ എങ്ങോട്ടാണ് നിങ്ങൾ ഓടിക്കുന്നത്? ഇവിടെ ആരെയാണ് മാറ്റി നിർത്തേണ്ടത്? ഇത് ശരിയാണ്, ഇത് ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റാണ്, ഈ പറഞ്ഞ FIS-നൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ, റീറ്റെയിലേഴ്സിനെതിരെ ആയിരിക്കും, ഇത് കമ്മ്യൂണിസം ഒന്നുമല്ല എന്ന് നമുക്ക് പറയാം. എങ്കിലും ആക്ച്വലി സെബിയുടെ
യഥാർത്ഥത്തിലുള്ള നീക്കം എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ അറിയുന്ന കുറേ നല്ല ട്രേഡേഴ്സ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇൻട്രാഡേ വീക്ക്ലി ഓപ്ഷൻസിൽ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ക്വാൺ ബേസ്ഡ്, ഇപ്പോൾ സ്ട്രാഡിൽസും സ്ട്രാങ്കിൾസും നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി നല്ല ട്രേഡേഴ്സിന് എനിക്കറിയാം. അവരെല്ലാവരും ട്രേഡ് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇവരുടെ എല്ലാ സ്ട്രാറ്റജീസും എല്ലാ പ്ലാൻസും എല്ലാ ഇൻട്രാഡേ പ്ലാൻസും ബാങ്ക് നിഫ്റ്റീനെ ഫോക്കസ് ചെയ്ത് മാത്രമായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു, ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ഓപ്ഷൻസ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. സോ ഇനി അവർക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിഫ്റ്റിയിൽ കുത്തിയിരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഈ ഡാറ്റ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് മാർക്കറ്റിലോട്ട് വരണം. അപ്പോൾ ഒരു 5 കൊല്ലത്തെയോ 4 കൊല്ലത്തെയോ ഡാറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരു വ്യക്തി, ഇവരെന്തായാലും വലിയ കാര്യമായിട്ടൊന്നും ലോസ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നിർത്തിയപ്പോൾ ഇങ്ങനെ ഒരാൾ കഴിഞ്ഞൊരു കൊല്ലം ഇരുന്നിട്ട് നിഫ്റ്റി ചെയ്തു എന്ന് കരുത്. പെട്ടെന്ന് സെബി പറയാണ് നിഫ്റ്റിയുടെ വീക്കിലി നിർത്തി, ഇനി മന്ത്ലി മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവരൊക്കെ ആരെ? ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർദ്ദേശം കൊടുക്കുന്നവർ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം വരുന്നത് എന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ആക്കിയാൽ എന്താ സംഭവിക്കുക? ഇന്ത്യയിൽ ട്രേഡ് ചെയ്യണ്ട എങ്കിൽ ഞങ്ങൾ ക്രിപ്റ്റോ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും? ക്രിപ്റ്റോ ഓപ്ഷൻസിലോട്ട് പോവും. ഉറപ്പല്ലേ? അതിനെന്ത് ഡൗട്ടാണ് ഉള്ളത്? അപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെൽറ്റ എക്സ്ചേഞ്ച് പോലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ചെയ്തിട്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് INR ക്രിപ്റ്റോ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാമെന്നുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. ഇതാർക്ക് വേണ്ടിയിട്ടാണ്? ഇത് എന്ത് റെഗുലേഷനാണ്? ഇവിടെ ലീഗലായിട്ടുള്ള സാധനത്തിനെ ഒരു രീതിയിലും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലോട്ട് കൊണ്ടുവരാണ്. അപ്പുറത്ത് ക്രിപ്റ്റോയിൽ ഡെയിലി എക്സ്പയറി ഇപ്പോഴും ഉണ്ട്. അവിടെ ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്യില്ലേ? പകുതി ആൾക്കാർ ഫോറക്സിൽ പോകുന്നുണ്ട്, ഇന്ത്യ വിട്ടു പോകുന്നുണ്ട്, ദുബായിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സെബി ഇതിനെക്കുറിച്ച് നടപടി എടുക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെ കേസാണെങ്കിൽ ഞാൻ 2017 മുതൽ ഫുൾ ടൈം ട്രേഡറാണ്. ഞാൻ എൻ്റെ ജോബ് കിട്ടിയത് 2017 ആഫ്റ്റർ ദാറ്റാണ് ഞാൻ ഓപ്ഷൻസിൽ ഫോക്കസ് ചെയ്യുന്നത്. അന്ന് മുതൽ ഞാൻ എൻ്റെ മേജർ ഫോക്കസ് ഏരിയസ് ഓപ്ഷൻസാണ്. ബാങ്ക് നിഫ്റ്റിയും വീക്കിലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിഫ്റ്റി മാത്രമായിട്ട് ചുരുങ്ങി. ഇനി അത് മന്ത്ലി കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ ഇൻകത്തിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇയർലി കിട്ടുന്ന റിട്ടേൺസ് ഒരു 42-45% ആണെങ്കിൽ ഒരുപക്ഷെ അത് അതിൻ്റെ പകുതിയായിട്ട് കുറയും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നോൺ ഡയറക്ഷണൽ ക്വാൺ ബേസ്ഡ് സ്ട്രാറ്റജീസാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് പിന്നെയും കുറയും എന്നുള്ളൊരു പ്രശ്നം നേരിടേണ്ടതായിട്ട് വരും. എനിക്കറിയില്ല അതിനെങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാൻസ് ഉറപ്പായിട്ടും ആദ്യത്തെ മറ്റു നിർദ്ദേശമൊക്കെ വരുമ്പോൾ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്നല്ല കരുതിയത്. പക്ഷേ ആദ്യത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെബി സമയം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും മാറ്റിയില്ലല്ലോ. സമയം മാറ്റിയില്ല, അത് ഒരു വലിയ ഗുരുത്തായിപ്പോയി. ഇനി സമയം മാറ്റുമോ എന്നുള്ളതാണ്. ഈ ബ്രോക്കേഴ്സിൻ്റെ വരുമാനം എത്ര കുറയും എന്ന് ആലോചിച്ച് നോക്കും. ബ്രോക്കേഴ്സിൻ്റെ വരുമാനം കുറയും, എക്സ്ചേഞ്ചിൻ്റെ വരുമാനം കുറയും. ഇതൊക്കെ ഇവരൊക്കെ ഓക്കെ അടിക്കുമോ എന്നുള്ള കേസിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോൾ ഓക്കെ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മന്ത്ലി എക്സ്പയറി, ഇൻഡെക്സ് മാത്രം വീക്കിലി എക്സ്പയറി, ഇറ്റ്സ് ഫൈൻ ആയിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ ഒഴിവാക്കിയെന്ന് വിചാരിക്കും. ഇനി ഈ ആരും F&O ട്രേഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കും. ആളുകൾ ഗ്യാംബ്ലിങ് ചെയ്യൽ നിർത്തുമോ? അവർ ഇക്വിറ്റി ഇൻട്രാഡേയിൽ ഗ്യാമ്പിൾ ചെയ്യും, അല്ലെങ്കിൽ ക്രിപ്റ്റോ ഓപ്ഷൻസിൽ ഗ്യാമ്പിൾ ചെയ്യും, ഇല്ലെങ്കിൽ ഫോറക്സിൽ പോയി ഗ്യാമ്പിൾ ചെയ്യും. അല്ലേ? ഇതൊരു ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ആസക്തിയാണ്, നമ്മുടെ ഒരു കോമൺ സമൂഹത്തിൻ്റെ ആസക്തിയാണ്. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അവസരം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യും. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ റെഡ് ലൈറ്റ് വെച്ചിട്ട് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, വേറെ എന്തൊക്കെയോ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ബേണായിട്ടുള്ള ലോട്ടറി ഇവിടെ വെക്കുന്നില്ലേ? ഇതൊരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് അല്ലേ? ഇത് ആൾക്കാർ ഇപ്പോൾ മദ്യം നിരോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ആയിട്ട് ആൾക്കാർ മദ്യപിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി ആയിട്ട് ആളുകൾ ട്രേഡിങ്ങിന് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ ക്രിപ്റ്റോ ഓപ്ഷൻസ്, ഫോറക്സ്, ഇങ്ങനെയുള്ള പല ഇൻഡയറക്റ്റ്ലി ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങും. കൂടുതൽ ആൾക്കാർ കാശ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. മറിച്ച് ഇവിടെ വേണ്ടത് എന്താണ്? സിഗരറ്റ് വിൽക്കുന്ന വഴി അല്ലെങ്കിൽ മദ്യം വിൽക്കുന്ന കാര്യത്തിലുള്ള കൺസെപ്റ്റാണ് വേണ്ടത്. ട്രേഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും എന്നാൽ ട്രേഡ് ചെയ്താൽ ബോധവൽക്കരിക്കുകയാണ് അവരെ വേണ്ടത്. ഓക്കെ, ഇങ്ങനെ ട്രേഡ് ചെയ്താൽ ഇത്ര നഷ്ടങ്ങൾ വരാം, അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കൂ, അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ് എന്ന് ഇവരെ പഠിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് സെബി കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് സെബിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള നടപടികൾ വരികയാണെങ്കിൽ നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാം. നമുക്കൊക്കെ എത്ര ഫ്രീ സെഷൻസ് വേണമെങ്കിലും കേരളത്തിന് എവിടെ വേണമെങ്കിലും പോയിട്ട് സാധാരണക്കാരെ ഈ ഒരു ലെവലിലോട്ട് ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഫേർട്ട് ഉണ്ട്, നമ്മൾ ഒത്തിരി എഫേർട്ട്സ് അതിനകത്ത് ഇടുന്നുണ്ട്. ഒത്തിരി കോളേജുകളാണെങ്കിലും ഒത്തിരി ഇവൻറ്റുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇതിന് കൂടെ സെബിയുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ MCXനൊക്കെ വേണ്ടി പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സെബി കൂടുതൽ നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇതിനകത്ത് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ ലെവലിലോട്ടുള്ള നിർദ്ദേശമൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട്
പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇത് ഇംപ്ലിമെൻ്റ് ആവില്ല, നമുക്ക് നോക്കി കാണാം, എന്തായാലും ആവാതിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയും ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ജെയിൻ സ്ട്രീറ്റിനെ നിരോധിക്കാൻ പറ്റാത്ത ആൾക്കാർ സാധാരണക്കാരെയാണോ നിരോധിക്കാൻ നോക്കുന്നത്? എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ഓക്കെ, എന്തായാലും മാർക്കിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അല്ലേ? അതായത് ട്രംപ് ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചു, ഒരു പരിധി ആക്കി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ആഞ്ഞടിച്ച് ഇന്ത്യ, എനിക്ക് ട്രംപിന് ആർക്കും വില കൊടുക്കാതെ ആയില്ലേ? ആർക്കും ഒരു വിലയില്ലേ ഇപ്പോൾ ട്രംപിന്? അതെ, അല്ല വീണ്ടും രണ്ടാമത് ട്രംപ് എന്തോ ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ത്യക്കെതിരെ പ്രധാനമായിട്ട് 3 താരിഫുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്ക് ഓൾറെഡി 25% തന്നിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു 15-20 ആക്കുമായിരിക്കാം. ആക്കട്ടെ. ഇനിയും ഇതിൻ്റെ കൂടെ നമ്മുടെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിൻ്റെ താരിഫ് എക്സ്ട്രാ, ഇത് ചിലപ്പോൾ 100% ആയിരിക്കും, പറയാൻ പറ്റത്തില്ല ട്രംപ് ആയതുകൊണ്ട്. അപ്പോൾ അത് കിട്ടും. അപ്പോൾ ഓയിൽ വാങ്ങുന്നതിൻ്റെ താരിഫ് നമുക്ക് കിട്ടും. ഇനി മൂന്നാമത് ഒരു താരിഫ് കൂടിയുണ്ട്, അത് ബ്രിക്സ് താരിഫാണ്. ബ്രിക്സ് രാജ്യങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ പണിയാകും എന്ന് അമേരിക്ക മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ഒരു താരിഫ് കൂടിയും ചിലപ്പോൾ ഇന്ത്യക്ക് കിട്ടിയേക്കാം. ഇങ്ങനെ 3 താരിഫുകൾ നമ്മുടെ തലയിൽ വന്നേക്കാം എന്നുള്ളതാണ് നമുക്ക് അവസാനം മനസ്സിലാകുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ അകത്ത് കൂടുതൽ ക്ലാരിറ്റി വരും. ബെറ്റർ ഒരു എഗ്രിമെൻറ്റിനും പോവാതെ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി പോടാ, ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കോളാം എന്ന് പച്ചയ്ക്ക് പറയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിർത്തണം എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതിൻ്റെ യുദ്ധത്തിൻ്റെ ബെനിഫിറ്റ്സാണ് ഇന്ത്യ ചൈനയും ഇതിൽ നിന്ന് നേടുന്നത്. അങ്ങനെ തന്നെയാണ് അത് കാണേണ്ടത്. പക്ഷേ അതൊരു അവസരമാണെങ്കിൽ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി അമേരിക്കയ്ക്ക് കിട്ടിയപ്പോഴല്ല അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വലിയ രാജ്യമായത്. ഇങ്ങനൊരു ഓപ്ഷൻ ഇന്ത്യക്ക് കിട്ടി, ഇന്ത്യ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെ വ്യൂ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത്ര ആശാവഹമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് കഷ്ടപ്പെട്ട് 24,500 ലെവലിൽ പിടിച്ച് നിൽക്കുകയാണ്. 500 ലെവലിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ 600-700 ലെവലിലൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് അവിടെ തിങ്കളാഴ്ച അത്യാവശ്യം ഒരു 100+ പോയിന്റ് പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ്. അതെ, വീണ്ടും തിരിച്ച് ആ ലെവലിൽ വന്നു. അപ്പോൾ എല്ലാവരും ഒരു ബുള്ളിഷ് ഇവിടെ നിന്ന് 24,500 വലിയൊരു സപ്പോർട്ടാണ് എന്ന് മാർക്കറ്റ് കാണിച്ചു തരുന്നുണ്ട്. 2 തവണയായിട്ട് അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ലെവൽ വിട്ടെങ്ങും പോകുന്നില്ല. രാവിലെ ആ ഒരു പച്ചപ്പ് കാണിക്കുന്നു, പിന്നെ ചുമക്കുന്നു എന്നുള്ളൊരു ലെവൽ. നമ്മൾ ആ ഒരു അവർലി ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ 24,500 ലെവലിൽ നിന്ന് കഴിഞ്ഞ ഒരു 3-4 മന്ത്സിൽ 4-5 പ്രാവശ്യം ഷോർട്ട് കവറിങ് സംഭവിച്ചിട്ടുണ്ട്. ആ എല്ലാ ഷോർട്ട് കവറിങ്ങും മിനിമം ഒരു 300 to 400 പോയിൻറ്റ്സ് അപ് ടു 25,000 വരെയുള്ള സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽസ് ഒരു 5-6 എണ്ണം ഈ റീജിയനിൽ നിന്ന് കാണാൻ പറ്റും. എഗെയിൻ ആ റീജിയനിൽ നിന്ന് ഒരു പക്ഷേ 25,000 പോയിട്ട് ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു സ്റ്റോക്സിലായാലും നല്ലൊരു നെഗറ്റിവിറ്റി എല്ലാ സ്റ്റോക്സിലും കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു സെക്ടർ വൈസ് ഒന്നും തന്നെ ആഡ് ഓൺ ചെയ്യാൻ പറ്റാത്ത സമയമാണെന്നുള്ളൂ അല്ലേ? ഇപ്പോൾ കറൻ്റ്ലി സ്വിങ്ങിന് വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി കൺവേ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യാഷായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ 2-3 ആഴ്ചകളായിട്ട് കുറേ സ്റ്റോക്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട്, അതായത് എല്ലാം ഒരു ബ്രേക്കൗട്ട്, എൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു ബ്രേക്കൗട്ടിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. പക്ഷെ അതൊന്നും തന്നെ കയറുന്നില്ല, അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മാർക്കറ്റ് കൂടി ഫേവർ ചെയ്യണ്ടേ? നിഫ്റ്റി ഫേവർ ചെയ്യുന്നില്ല, ബോർഡർ മാർക്കറ്റ്സ് ഒന്നും ഫേവർ ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ സെക്ടറുകൾ ഫേവർ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. പിന്നെ നമ്മൾ എന്താണ്, നമുക്കൊരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഈ മാർക്കറ്റിൽ നോക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. ഇൻ കേസ് ഒന്ന് താഴെ വരികയാണെങ്കിൽ ഒരു 22-21 ഒക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് എൻ്റർ ചെയ്തിട്ട് ബൗൺസിൽ നല്ല പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിക്കൂടെ? അതിനുവേണ്ടി നോക്കാം. 24,500 വലിയൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും 24,500 നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഗ്രാജുവലി പയ്യെ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ആ ലെവലിലൊരു നല്ല, ഇപ്പോൾ കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരു ബുള്ളിഷാണ്. ഒരു ആവറേജ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ്നെസ്സും വ്യാഴം വെള്ളിയും താഴത്തോട്ട് പോകുന്നൊരു പാറ്റേൺ കഴിഞ്ഞൊരു 3-4-5 ആഴ്ചയായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ തിങ്കളും ചൊവ്വയും ചെറുതായിട്ട് മാർക്കറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ചിലപ്പോൾ ബുധനാഴ്ച കൂടി നിൽക്കാം, അല്ലെങ്കിൽ ബുധനാഴ്ച ഒരു ഷോർട്ട് കവറിങ് വന്ന് 25,000 വരെയൊക്കെ പോയേക്കാം. എന്നിട്ട് ചിലപ്പോൾ വീണ്ടും വ്യാഴം വെള്ളി തന്നെ ഈ ഒരു പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലിയ കാര്യമായിട്ട് പോയിട്ടില്ല, 11 തന്നെ വിക്സ് കുറഞ്ഞ് ഇന്നലെ കുറച്ച് കൂടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കൂൾ ഓഫ് ആയി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ജെയിൻ സ്ട്രീറ്റ് വലിയ ആക്റ്റീവ് അല്ല. ജെയിൻ സ്ട്രീറ്റ് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത ഓപ്ഷൻസ്, ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാരണം ലീനിയർ ഡി കെ മാർക്കറ്റിലുണ്ട്, കണ്ടിന്യൂസ് ഡി കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയതുകൊണ്ട് ഹ്യൂജ് ഓപ്ഷൻ സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. കൂടുതൽ സെല്ല് നടന്നു കഴിഞ്ഞാൽ പ്രീമിയം കുറയും,
അപ്പോൾ വിക്സ് കുറയും. ഇതാണ് മാർക്കറ്റിൽ വിക്സ് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ. ഇത് ശരിക്കും ഓപ്ഷൻ ബയേഴ്സിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നല്ല ട്രേഡുകൾ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് കയറുന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി വരില്ല, പെട്ടെന്ന് പ്രീമിയം താഴത്തേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് നമ്മുടെ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ച് കഴിഞ്ഞ 2 months ആയിട്ട് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, വളരെ കുറച്ച് ദിവസം മാത്രമാണ്. അപ്പോൾ 50,000 എന്നൊക്കെ ട്രേഡ് ചെയ്തിട്ട് 2.5-3 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് മാറ്റി. വേറെ ഒരാളുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹവും കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര ഇത് അദ്ദേഹത്തിന് തന്നെ മറ്റേ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും പ്രോഫിറ്റ് ഞാൻ അങ്ങനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു നമ്മുടെ റെഗുലർ സ്ട്രാറ്റജീസ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നോർമൽ പ്രൈസ് ആക്ഷൻസ് പോലും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ESMC എന്നും അല്ലെങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് കൺസെപ്റ്റുകൾ വളരെ ക്ലിയറായിട്ട് കഴിഞ്ഞൊരു 10, 50, 60 ദിവസമായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഫേക്ക് മൂവ്മെൻറ്റ്സുകൾ, സ്പൈക്ക്, പ്രീമിയത്തിൽ ആവശ്യമില്ലാത്ത സ്പൈക്കുകൾ ഒക്കെ ഭയങ്കര കുറവാണ്. ഇതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻട്രാഡേ റേഞ്ച് കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ, ഞാനിത് 2 ആഴ്ചയായിട്ട് പറയുന്നത്, റേഞ്ച് ഒന്ന് എക്സ്റ്റെൻഡ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു 300-400 പോയിന്റ് ഡെയിലി മൂവ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ല ട്രേഡ്സ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി ഇല്ല, പക്ഷെ നോക്കി കണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓവറോൾ മാർക്കറ്റിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇങ്ങനെ സെബി ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് നന്നായിട്ട് തോന്നുന്നു. നമുക്കും ഇൻകുലാബ് വിളിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. സെബിക്കെതിരെ അവിടെ ചെന്നിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.